ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി നമ്മൾ റിപ്പയറിങ്ങിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് മിസ്സിംഗ് ഉണ്ട്. അതേപോലെ കിക്കർ സ്പ്രിങ് ചെക്കപ്പ്, അതായത് കിക്കർ അടിച്ച് നമുക്ക് പൊന്തി വരുന്നില്ല. പിന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, രണ്ട് മിറർ പിടിപ്പിക്കണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫുഡ് റെസ്റ്റ് ബാക്കിലത്തെ മാറ്റനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക് കേട്ടോ. അപ്പം നിലവിൽ നമ്മളുടെ മിസ്സിംഗ് കംപ്ലയിൻറ്റ് എന്നൊക്കെ പറയുന്നത് മെയിനായിട്ട് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. കാർബേറ്റർ ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയതാണ്. ഇത് മാറ്റിയിട്ട് ഏകദേശം ഒരു 2-3 മാസമായിട്ടുള്ള കാർബേറ്റർ, പുതിയ കാർബേറ്ററാണ്. അത് വീണ്ടും ഇതേപോലെ തന്നെ E20 പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ട് എന്ത് പറ്റിയേക്കണേന്ന് വെച്ചാലും ദ്രവിച്ചൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ജെറ്റുകളൊക്കെ ബ്ലോക്കായി, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസാണ് വന്നത്. അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പുതിയതൊക്കെ മാറ്റി വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് വന്ന കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട് കേട്ടോ. തൽക്കാലം ഇങ്ങനെ തന്നെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ താരതമ്യേന ഡ്യൂറ്റ് മോഡലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻസിലേക്ക് കുറേ കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ റെഡിയായി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് ഡ്യൂറ്റ്, മാസ്റ്റർ, എഡ്ജ്, ആ മോഡലൊക്കെ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാർബേറ്റർ അഴിച്ചപ്പോൾ അതിൻ്റെ ഉണ്ടായ കാർബേറ്ററിൻ്റെ അവസ്ഥ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസായിട്ട് കാണിക്കാം. അത് കാണുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ കിക്കർ ടൈറ്റായിട്ടുള്ള കംപ്ലയിൻ്റ് ഉണ്ട്. അത് കിക്കർ വീല് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് എനിക്ക് തോന്നുന്നു കേബിളൊക്കെ പുതിയതാണ്, ബ്ലൈൻഡറൊക്കെ മാറ്റിയിട്ടേക്കണമായിരിക്കുള്ളൂ. പക്ഷേ കമ്പനിയായിട്ട് ആയിരിക്കില്ല, അതുകൊണ്ട് വന്ന കേസാണ്. തൽക്കാലം അത് സെറ്റാക്കിയിടാം. മിറർ നമുക്ക് ഡിയോൻ്റെ മോഡൽ വയ്ക്കുമെങ്കിൽ ആ മോഡൽ വയ്ക്കാം, അതിൽ രണ്ടെണ്ണം മാറണമല്ലോ. അപ്പോൾ ഡിയോൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോഡൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിൽ തരാം. വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. E20 പെട്രോൾ നമുക്ക് എത്രത്തോളം ദൂഷ്യഫലം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം, അതൊന്ന് വായിച്ച് നോക്കാം. ഒട്ടും വയ്ക്കാം, നമ്മളിപ്പോൾ എങ്ങനെ ചെയ്താലും അത് റെഡി ആവില്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും കൂടി ഒന്ന് നോക്കിയാൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.